الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവിടുത്തെ യഹൂദികൾ, ജൂതന്മാര് മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ മുഹറം 10 നോമ്പ് നോറ്റിരുന്നു എന്നതാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ പുണ്യമുള്ള ദിവസമാണ് മുഹറം 10. ആ പതിവനുസരിച്ച് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന്റെ മുമ്പ് മദീനയിലെത്തിയപ്പോ അവിടുത്തെ ജൂതന്മാരും നോമ്പ് നോൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കി. മുഹറം 10 നോമ്പ് നിർബന്ധമാക്കി. എല്ലാവരും നോൽക്കണം എന്ന് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ വിശന്ന് കരയുമ്പോൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അവരെ ശ്രദ്ധ തിരിച്ച് അവരെ കൂടി അവര് നോമ്പ് നോൽപ്പിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹിജ്റ 2 റമളാൻ നോമ്പ് നിർബന്ധമാക്കുന്നത്. റമളാൻ നോമ്പ് നിർബന്ധമാക്കിയതിന്റെ ശേഷം ആശൂറ നോമ്പ്, മുഹറം 10 നോമ്പ് വേണ്ടവർ നോറ്റാൽ മതി എന്നായിരുന്നു നിലപാട്. അതുവരെ നിർബന്ധമുള്ള മുഹറം 10 നോമ്പ് ഒഴിവാക്കിയിട്ട്, ആശൂറ നോമ്പ് ഒഴിവാക്കിയിട്ട് റമളാൻ നോമ്പ് നിർബന്ധമാക്കി. പിന്നീട് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാര് കുറച്ച് ആധിപത്യമൊക്കെ ആയി, ആളുകളൊക്കെ കൂടിയപ്പോ ജൂതന്മാരും ഇതുപോലെ തന്നെ ആചരിക്കുന്നു എന്ന് വന്നപ്പോ നമുക്ക് ജൂതന്മാരോട് ഒരു എതിര്, പല കാര്യങ്ങളും ഇസ്ലാമില് പറഞ്ഞിട്ടുള്ളത് ജൂതന്മാരോട് എതിരാകാൻ വേണ്ടിയാണ്. നമുക്കത് പാടില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ജൂതന്മാരുടെ താടിമുടി, ജൂതന്മാരുടെ തൊപ്പി, ജൂതന്മാരുടെ നോമ്പ്, ജൂതന്മാരുടെ അത്താഴം, പല കാര്യവും നബിതങ്ങൾ എതിർത്തിട്ടുണ്ട്. ആ കൂട്ടത്തില് ജൂതന്മാര് അന്ന് നോൽക്കുന്നു എന്നതുകൊണ്ട് നമുക്കതിൽ നിന്നും ഒന്ന് വ്യത്യാസപ്പെടുത്തണം എന്ന് വിചാരിച്ചതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഞാൻ അടുത്ത കൊല്ലം ജീവിക്കുമായിരുന്നുവെങ്കിൽ 9 കൂടി
നോമ്പ് നോൽക്കുമായിരുന്നു എന്ന്. ചിലര് 9 വരെ എന്നും കണക്ക് പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 9 വരെയും നോൽക്കുമായിരുന്നു എന്നും ചിലര് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ 9നും കൂടി നോമ്പ് നോൽക്കുന്നു. പക്ഷെ നബിതങ്ങള് അടുത്ത കൊല്ലം ജീവിച്ചില്ല. ഒരു റബീഉൽ അവ്വലില് നബിതങ്ങൾ മരണപ്പെട്ടു. പിന്നെ വന്ന മുഹറത്തിൽ നബിക്ക് ആ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹറം 9ഉം 10ഉം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചില ഹദീസുകളും ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ജൂതന്മാരോട് എതിരാവണം എന്ന് പറഞ്ഞടുത്ത് ഒരു ദിവസം മുമ്പോ ഒരു ദിവസം ശേഷമോ നിങ്ങൾക്ക് നോൽക്കാം. അപ്പൊ ഒന്നുകിൽ മുഹറം 9നും 10നും നോൽക്കുക, അല്ലെങ്കിൽ 10നും 11നും നോൽക്കുക. ജൂതന്മാരുടെ അതേ ശൈലി തുടരേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിൽ അർത്ഥമുള്ളത്. എന്തുകൊണ്ടാണ് ജൂതന്മാര് അന്ന് നോമ്പ് നോൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, മൂസ, ഞങ്ങളുടെ നബി മൂസ ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ ദിവസത്തിലാണ്. മുഹറം 10 അനുസ്മരിക്കപ്പെടേണ്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ 136 സ്ഥലത്ത് വ്യത്യസ്തമായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിലാണ് കഥ നടക്കുന്നത്. പക്ഷേ ബനു ഇസ്രായേലിൽപ്പെട്ട ആളാണ് മൂസാ നബി. ഇസ്രായേലിൽപ്പെട്ട ആളാണ്. ആരാണ് ഇസ്രായേല്യർ എന്ന് ചോദിച്ചാൽ ബനു ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ സന്തതിയാണ്. ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് ചരിത്രത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമാണ്. യാക്കൂബ് നബിയുടെ പേരാണ് അവരുടെ ഭാഷയിൽ ഇസ്രഈൽ എന്നാണ്. അബ്ദുള്ള എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ അടിമ എന്നാണ് അർത്ഥം. അപ്പൊ യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ മക്കളുടെ പേരാണ് ബനു ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ രാജ്യം ഷാമിലാണ്. ഷാം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, ലബനാൻ, ജോർഡാൻ, ഫലസ്തീൻ, ഇത്രയും നാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തിന് ആദ്യം പറഞ്ഞിരുന്ന പേരാണ് ഷാം എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയാണ് അതറിയപ്പെടുന്നത്. അതിലെ ഫലസ്തീൻ ഭാഗത്താണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്, ഇന്നത്തെ ഫലസ്തീൻ നിൽക്കുന്ന ഭാഗത്ത്. പിന്നെ നമുക്കറിയാം യാക്കൂബ് നബിയുടെ ചരിത്രം. സൂറത്ത് യൂസുഫ് പരിപൂർണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കഥ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്താൽ മൂസാ നബിയുടെ കഥ അങ്ങനെ കിട്ടൂല. ചരിത്രത്തിൽ യൂസുഫ് നബിയുടെ ചരിത്രം മാത്രമാണ് ഖുർആനിൽ A to Z അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്, സൂറത്ത് യൂസുഫ് എന്ന പേരിൽ. അതിൽ ആ കഥ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇസ്രായേൽ ഈജിപ്തിൽ എത്തിയത് എന്നതാണ്. അത് ചരിത്രത്തിൽ ഖുർആനിൽ നിന്ന് മാത്രമേ ലഭിക്കുള്ളൂ, വേറെ ഒരു ചരിത്രത്തിൽ നിന്നും അത് ലഭിക്കുന്നില്ല എന്നതാണ് അത്ഭുതം. ഇസ്രായേല്യർ എങ്ങനെ ഈജിപ്തിൽ എത്തി എന്നത് ചരിത്രകാരന്മാരുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം, യൂസുഫ് നബിയെ ചെറുപ്പത്തില് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു, അവിടെ നിർത്ത് വിറ്റു. അങ്ങനെ ഈജിപ്തിലെ അസീസ് വാങ്ങി അവിടെ വളർന്നു വന്നു. വലിയ ക്ഷാമമുണ്ടായി, ഒരുപാട് സംഭവങ്ങൾ. അങ്ങനെ ഈ യൂസുഫ് അവിടുത്തെ ഭക്ഷ്യവകുപ്പിന്റെ ആളായി മാറുകയാണ്. ആ രാജ്യത്ത് ആര് വന്നാലും അവർക്കൊക്കെ റേഷൻ കണക്കിന് അരി കൊടുക്കും. അങ്ങനെയാണ് യൂസുഫിന്റെ സഹോദരന്മാരെല്ലാവരും കൂടി ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്നത്. അവിടെ വെച്ച് പരിചയപ്പെടുന്നു, അനുജനെ കൊണ്ടുവരാൻ പറയുന്നു, അവസാനം പറയുന്നു വഅ്തൂനി ബിഅഹ്ലികും അജ്മഈൻ, നിങ്ങളെല്ലാവരും ഇവിടെ വരണം എന്ന് പറയുന്നു. അങ്ങനെ ഫലസ്തീനിൽ നിന്ന് ആ കാലഘട്ടത്തിൽ യാക്കൂബ് നബിയും മക്കളും 12 മക്കളും ഈജിപ്തിലേക്ക് കുടിയേറി പാർക്കുകയാണ്. അങ്ങനെ അവര് പെറ്റുപെരുകി
അവിടെ ഈജിപ്തിലുണ്ടായിരുന്ന ആദ്യത്തെ വാസികൾക്ക് പറയുന്ന പേരാണ് ഖിബുത്ത് വംശജരാണ്. അവിടെ ഖിബുത്തികൾ എന്നാണ് പറയാ, ഖിബുത്ത് വംശജർ. അവരാണ് യഥാർത്ഥ ഈജിപ്തുകാർ. ബനു ഇസ്രായേൽ അവിടെ ഇങ്ങനെ പെറ്റുപെരുകി സുഖമായി ജീവിച്ചു. എല്ലാ നിലയിലുള്ള ആധിപത്യം ഉണ്ടായി, കൃഷി ഉണ്ടായി. അന്നത്തെ ഫറോവ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഈജിപ്ത് ഭരിക്കുന്ന ആൾക്കാണ് ഫറോവ എന്ന് പറയാം, ഫിർഔൻ. ഓരോ ഭരണാധികാരികൾക്കും ഓരോ പേരാണ്. കിസ്റ, കൈസർ, തുബ്ബ എന്നൊക്കെ പറയുന്ന രാജാക്കന്മാരാണ്. യമൻ ഭരിച്ചവര്, അതുപോലെ തന്നെ റോമ ഭരിച്ചവര്, പേർഷ്യ ഭരിച്ചവര്, ഇവർക്കൊക്കെ ഓരോ പേരാണ്. ഈജിപ്ത് ഭരിച്ചവർക്ക് പറയുന്ന ആസ്ഥാനപ്പേരാണ് ഫറോവ എന്ന് പറയുന്നത്, ഫിർഔൻ എന്നാണ് അറബിയിൽ പറയാം. അപ്പൊ എല്ലാ സൗകര്യം കൂടി ഇങ്ങനെ ഒത്തിണങ്ങി ജീവിക്കുന്ന സമയത്താണ് അവിടെ ദുഷ്ടനായിട്ടുള്ള, ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന, ചരിത്രകാരന്മാർ പറയുന്ന റംസീസ് അസാനി, റംസീസ് രണ്ടാമനാണ്, ഒന്നാമൻ പ്രശ്നമല്ല, റംസീസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന, ഇന്ന് നമ്മൾ പറയുന്ന കേൾക്കുന്ന ഫിർഔൻ അവിടെ ഭരണം ഏറ്റെടുക്കുന്നത്. ആ ഫിർഔൻ ഭരണം ഏറ്റെടുത്തപ്പോ നല്ല നിലക്ക് ഭരിച്ചു പോകുമ്പോഴാണ് ഫിർഔൻ ഒരു സ്വപ്നം കാണുന്നത്. ബനു ഇസ്രായേലിലുള്ള, നിങ്ങളുടെ കീഴിലുള്ള ബനു ഇസ്രായേലിൽ നിന്നും ഒരു കുട്ടി വരാനുണ്ട്. ആ കുട്ടി നിങ്ങളുടെ ഭരണം തകർക്കും, നിങ്ങൾ ഇവിടുന്ന് ആട്ടിയോടിക്കും, നാടുവിടേണ്ടി വരും എന്നൊരു സ്വപ്നം അദ്ദേഹം കാണുകയാണ്. രാജാക്കന്മാരാണ് സ്വപ്നം കണ്ടത്, വിശ്വസിക്കും, വലിയ പേടിയാണ്. അതുകൊണ്ട് ആ രാജാവ് പലതും ആലോചിച്ചപ്പോ കിട്ടിയതാണ്, ഇനി മുതല് ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടിയെയും ഇവിടെ ബാക്കി വെക്കാൻ പാടില്ല. അത്രയധികം ഉണ്ട് അവിടെ. നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. ഒരേ ഇപ്പൊ നമ്മുടെ നാട്ടില് നേരം മുടക്കുമ്പോ ബസ് കയറിയ ഫുള്ള് ബംഗാളികളും അതുപോലെ തന്നെ ഇവരായിരിക്കും. നമ്മുടെ കേരളക്കാരെ തെരഞ്ഞാൽ കാണൂല. UAE മറ്റോ പോയാല് അവിടെ അറബികളെ തെരഞ്ഞാൽ കാണൂല. നേരം വെളുത്താല് ഒക്കെ നമ്മുടെ നാട്ടിലായിരിക്കും. അങ്ങനെയാണല്ലോ. അപ്പൊ അവിടെ ബനു ഇസ്രായേൽ എവിടെ നോക്കിയാലും ഇസ്രായേലികളാണ്. അപ്പൊ ഇവരെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ശാപം എന്ന് തോന്നിയപ്പോ ജനിച്ചു വീഴുന്നവരൊക്കെ കൊല്ലാൻ തീരുമാനിച്ചു. ആൺകുട്ടികൾ ജനിച്ചാൽ കൊല്ലണം, പെൺകുട്ടികളെ അവരാവശ്യത്തിന് വേണ്ടി അങ്ങനെ വിടാം. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ കൊന്നാൽ ബനു ഇസ്രായേലിനെ കൊണ്ടാണ് ഈജിപ്തുകാര് പണിയെടുപ്പിക്കുന്നത്. നമ്മളെ പോലെ തന്നെ പഴയ ഇപ്പൊക്കെയുള്ള നാട്ടിലെ പണിയെടുക്കൂലെ ആളുകള്. അപ്പൊ എല്ലാ ജോലിക്ക് വേണമെങ്കിലും ബനു ഇസ്രായേൽ അല്ലാതെ ഒരാളെ ജോലി എടുക്കാൻ കിട്ടൂല, ഒരൊറ്റാളെ പണി കിട്ടൂല. നല്ല കൃഷിയുണ്ട്, നമുക്കറിയാം. ഫലസ്തീനൊക്കെ നല്ല വിളനിലാണ്, ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലം. ഇപ്പൊ നമുക്കറിയാലോ, ഇസ്രായേലിലേക്ക് 40-45 ആളെ സൗദി അറേബ്യ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തെരഞ്ഞു പറഞ്ഞയച്ചു കൃഷിയെ കുറിച്ച് പഠിക്കാൻ. അത്ര നല്ല സ്ഥലമാണ് കൃഷിക്ക്. അതൊക്കെ ഒരു ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പഠിക്കാം. അങ്ങനെ അപ്പൊ അത് ചർച്ച വന്നപ്പോഴാണ് ഒരു കൊല്ലം ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുക, അടുത്ത കൊല്ലം ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ ജീവനോടെ വിടുക. അങ്ങനെ ജീവനോടെ വിടുന്ന ഒരു വർഷമുണ്ടായി. ആ വർഷത്തിലാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. മൂസാ നബിനോട് ഫിറഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ എന്റെ കൂടെ ഹാറൂൻ വേണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ മൂസാ നബിനെ കൊല്ലാൻ പറഞ്ഞെങ്കിൽ ഹാറൂനെയും കൊല്ലൂലേ? ആ ചരിത്രം പറയില്ലല്ലോ. അപ്പൊ ഹാറൂനിന് എന്തുകൊണ്ട് കൊന്നില്ല? കൊല്ലാൻ പാടില്ല. ആ കൊല്ലത്തിൽ, ഹാറൂൻ ജനിച്ച കൊല്ലത്തിൽ അവിടെ എല്ലാവർക്കും ജീവിക്കാം, ബനു ഇസ്രായേലിനെ കൊല്ലേണ്ട ആവശ്യമില്ല. പിറ്റേത്തെ കൊല്ലാണ് അല്ലെങ്കിൽ കൊല്ലാൻ പറഞ്ഞ ആ വർഷമാണ് മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത് എന്നതാണ് പറയുന്നത്. ഖുർആൻ പറയുന്ന, പലയിടത്തും പറയുന്ന ചരിത്രം. അങ്ങനെ മൂസാ നബി ജനിക്കാൻ, മൂസാ നബി ജനിച്ചപ്പോ മൂസാ നബിയുടെ ഉമ്മാക്ക് പേടിയായി. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ ഇത് പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹ് വഹീ കൊടുത്തു. ഔഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസായുടെ ഉമ്മക്ക് ഞാൻ വഹീ കൊടുത്തു. അനർലിഹി, നീ പാല് കൊടുത്ത് വളർത്തിക്കോ. ഫൈദാ ഖിഫ്തി അലൈഹി, നീ ഭയന്നാൽ ഫഖദിഫിഹി ഫി താബൂതി, കുട്ടിയെ ഒരു പെട്ടിയിലാക്കണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഈ താബൂത്തിനെ നിങ്ങൾ പുഴയിൽ കൊണ്ടുപോയി ഇടണം. അങ്ങനെ നോക്കിക്കൊണ്ടുവന്നു എന്നാണ്. ഒരു പെട്ടിയിലാക്കി ഒരു കയറ് കെട്ടി പുഴയിലിട്ടു. പാല് കൊടുക്കേണ്ട സമയമായ വലിച്ചെടുത്ത് പാല് കൊടുക്കും, വീണ്ടും പെട്ടിയിലിടും. അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കയറ് പൊട്ടി ഈ പെട്ടി ഒഴുകിപ്പോകുന്നത്. അങ്ങനെയാണ് ഫിർഔന്റെ വീട്ടില് മൂസാ നബി അലൈഹി സ്വലാം എത്തുന്നത്. ഫിർഔന്റെ ഭാര്യക്ക് ആ സമയത്ത് ആസിയ ബീവി എന്ന് നമ്മൾ പറയാം, കുട്ടികളില്ല. നല്ല സുമുഖനായ ഒരു കുട്ടിയെ കണ്ടപ്പോ സ്വന്തം ഭർത്താവിനോട് ആവശ്യപ്പെട്ടു,
ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് ഭയാനകനായ ഏത് ഭീകരനെയും നിലക്ക് നിർത്താൻ സാധിക്കുന്ന അത്ര ഭീകരനായ ആ മനുഷ്യനോട് ഈ പെണ്ണ് പറഞ്ഞു, കൊല്ലണ്ട, അല്ലാ തെത്തുലൂ, നിങ്ങൾ കൊല്ലണ്ട, നമുക്കെന്ത് ചെയ്യാം, ഒരു കുട്ടിയായി ഉപയോഗിക്കാം, ഒരു ആൺകുട്ടിയല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ വളരെയല്ലേ, പക്ഷെ കുട്ടി പാല് കുടിക്കുന്നില്ല. ഒക്കെ ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, വിശദീകരിക്കുന്നില്ല. പാല് കുടിക്കുമ്പോ ആരെയും പാല് കുടിക്കുന്നില്ല, അപ്പൊ ഒരാളെ ഏൽപ്പിച്ചു, ആരെങ്കിലും പാല് കൊടുക്കാൻ പറ്റുമോ, ഒക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന സമ്പ്രദായങ്ങളാണ്. പാല് കൊടുക്കലൊക്കെ അന്വേഷിച്ചു നടന്നപ്പോ മൂസാ നബിയുടെ ഉമ്മയെ തന്നെ കിട്ടി. ഹറംന അലൈഹിൽ മറാളിഅ എന്ന ഖുർആൻ പറഞ്ഞത്. ആര് പാല് കൊടുത്താലും കുട്ടി കുടിക്കൂല. അവസാനം സ്വന്തം ഉമ്മ ഇവിടെ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു വന്നപ്പോ കാശും കിട്ടും, പള്ളിയിലെ പണിയെടുക്കണ മാതിരിയാണ്, കാശും കിട്ടും, എന്നാ പാല് കൊടുക്കുകയും ചെയ്യാ, സ്വന്തം കുട്ടിയാണ്. അങ്ങനെ കിട്ടിയെന്നാ പറഞ്ഞത്. അങ്ങനെ എല്ലാ നിലക്കും പാല് കൊടുത്ത് കുട്ടിയെ വളർത്തിണ്ടാക്കാൻ അങ്ങനെ വളർന്നു വന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അവിടുത്തെ നാട്ടു നടപ്പിനനുസരിച്ച് ഫിർഔനിന്റെ ഇതിനോടൊക്കെ അനുസരിച്ച് കുറച്ചൊക്കെ ഒരു പക്ഷപാതിത്വം ഉണ്ടായി. കാരണം ഇസ്രായേലിയരെ കഠിനമായി പണിയെടുപ്പിക്കാൻ ഫിർഔൻ വളർന്നു വരില്ലേ, യുവാവാകാൻ. ചുരുക്കി പറഞ്ഞാൽ കഠിനമായ ഈ പ്രയാസങ്ങളെ ബനു ഇസ്രായേലിനെ കൊണ്ട് അനുഭവിപ്പിക്കുമ്പോ അത് വലിയ പ്രയാസം തോന്നി. ആ സമയത്താണ് ഒരിക്കൽ ഒരു നട്ടുച്ച നേരത്ത് അദ്ദേഹം ഇറങ്ങിയപ്പോ ഒരു മനുഷ്യൻ, എല്ലാവരും ആ സമയത്ത് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ സഹായത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ ആക്രമിക്കാൻ, ജോലി എടുക്കാൻ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വിടാതെ പാടത്ത് ജോലി എടുക്കാൻ പറഞ്ഞ് ഒരു ഈജിപ്ഷ്യൻ ഖിബ്ത് വംശക്കാരനായ ഒരുത്തൻ ആക്രമിച്ചു കൊണ്ടിരിക്കാൻ. മൂസനെ കണ്ടപ്പോ സഹായം തോടി. മൂസ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാം പാഞ്ഞു ചെന്ന് മൂസാ നബി ഒരു ചോട്ടാൻ കൊടുത്തു. മരിക്കാൻ വിചാരിച്ചിട്ടല്ല, പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. ആ മനുഷ്യൻ മരിച്ചുപോയി. അത് നാട്ടിൽ വലിയ പ്രശ്നമായി. ബനു ഇസ്രായേൽപ്പെട്ട ഒരാള്, ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുന്നുണ്ട്, അത് ഇയാളാണ്. വളർന്നു വന്നാൽ അപകടമുണ്ടാകും, അദ്ദേഹം വംശവെറിയനാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളൊക്കെ ആയി പ്രയാസങ്ങളിലായി. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇതേപോലെ ഇതേ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം ഇറങ്ങിയപ്പോ വേറെ 2 പേര് ഷണ്ട കൂടുന്നതായിട്ടാണ് പിന്നെ കാണുന്നത്. അപ്പൊ മൂസാ നബിയെ വിളിച്ചു, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ബനു ഇസ്രായേല് മൂസാ നബിയെ വിളിച്ചു. മൂസാ നബി ഖിബ്തി വംശത്തിന് നേരെ ചെന്നപ്പോ അക്രമങ്ങൾ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും, പാവപ്പെട്ടവരെ പീഡിപ്പിക്കാൻ. ആ നേരെ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, നീ ഇന്നലെ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് മൂസാ നബി വിചാരിച്ചത്. പക്ഷെ അയാളുടെ വായിന്ന് വന്നു, ഇന്നലെ നീ മറ്റവനെ ചെയ്തതുപോലെ എന്നെയും കൊല്ലാനാണോ മൂസ നീ ഉദ്ദേശിക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയാണ്. അപ്പൊ ആളുകളൊക്കെ കേൾക്കാണ്, ഇന്നലത്തെ കൊലപാതകി മൂസാ നബിയാണ്, ഈ മൂസയാണ്, അതുകൊണ്ട് മൂസയെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് കാര്യം മനസ്സിലായി. ഒരാൾ ഇങ്ങനെ ഓടി വന്നു, ഒന്നുകിൽ നിന്റെ നാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. അതിനുവേണ്ടി ജനങ്ങളൊക്കെ കൂടി ആലോചിക്കുന്നുണ്ട്. ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാൻ നിനക്കൊരു ഉപദേഷ്ടാവാണ്, അതുകൊണ്ട് വേഗം ഇവിടുന്ന് രാജ്യം വിടണമെന്ന് ഒരു ചാരൻ വന്നിട്ട് മൂസാ നബിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്ന് മൂസാ നബിയോട് പറയാൻ. ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് നാട് വിടുന്നത്, ഈജിപ്തിൽ നിന്ന് പോയി. അങ്ങനെ ഈജിപ്തിൽ നിന്ന് പോയിട്ട് നേരെ അദ്ദേഹം എത്തുന്നത് മദിയനിലേക്കാണ്. മദിയൻ എന്ന് പറഞ്ഞാൽ വൈലാ മദിയന അഖാഹും ശുഐബ, അവിടെ ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ രാജ്യമാണ്. ഇന്നത്തെ നമ്മുടെ സൗദി അറേബ്യന്റെ പടിഞ്ഞാറ് ഭാഗം, ജോർഡാന്റെ തെക്ക് ഭാഗം, തബൂക്കിന്റെ അടുത്ത്, ഏറെക്കുറെ തബൂക്ക്, സൗദി അറേബ്യയിലെ തബൂക്കിന്റെ അടുത്ത് വരുന്ന പ്രദേശമാണ് മദിയൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് എത്തുന്നത്. ഒക്കെ നടന്നിട്ടും യാത്ര ചെയ്തിട്ടൊക്കെയാണ് എത്തുക, കുതിരപ്പുറത്തും കഴുതപ്പുറം അങ്ങനെയൊക്കെയാണ് എത്തുക. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം ഒരു തണലിൽ ഇങ്ങനെ വിശ്രമിക്കാൻ. അപ്പോഴാണ് 2 പെൺകുട്ടികൾ വെള്ളം കോരാൻ വന്ന സംഭവം നിങ്ങൾക്കറിയാം. 2 കുട്ടികൾ ഇങ്ങനെ വെള്ളം കിട്ടാതെ ഒരു ഭാഗത്ത് മാറി നിൽക്കാൻ. ആ മൂസാ നബി അവരോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഖാലത അലാ നബഗി ഹത്താ യുസ്ദിറ റിആഉ വഅബൂനാ ശൈഖുൽ കബീർ, ഞങ്ങളുടെ വാപ്പ വലിയ തന്തയിക്കുന്നു, പ്രായിക്കുന്നു, ജോലിക്കൊന്നും പോകാൻ വയ്യ,
പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, കുറച്ച് നാണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ്. ഇവരൊക്കെ പിരിഞ്ഞു പോയാലേ ഞങ്ങൾക്കുള്ളത് അവിടെ പോയിട്ട് വെള്ളം മുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് പിന്നെ ചരിത്ര സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നമുക്കൊക്കെ പോയാൽ കാണാൻ സാധിക്കും. ഒരു കല്ല് അടഞ്ഞു കടന്ന് ഒരല്പം വെള്ളം നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മൂസാ നബി ആ കല്ല് പൊക്കി കൊടുത്തു എന്നാണ്, കൈ കൊണ്ട് ഉയർത്തിയിട്ട് ഈ പെൺകുട്ടികൾക്ക് വെള്ളം മുക്കി കൊടുത്തു. പതിവിലും നേരത്തെ പെൺകുട്ടികൾ വീട്ടിലെത്തിയപ്പോ അന്വേഷിച്ചു എന്താണ് ഇന്ന് നിങ്ങൾക്ക് പറ്റിയത്. അപ്പൊ അവര് പറഞ്ഞു, മാത്രല്ല മൂസാ നബി ദ്വാരന്നിട്ടുണ്ട് എന്നാണ്. فسقالهما ثم تولى الى الظل وقال رب لما انزلت علي من خير فقير. പടച്ചോനെ, നീ എന്തൊരു സൗകര്യം എനിക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിലും ഞാൻ അതിന് ആവശ്യമുള്ളവനാണ്. ആലോചിച്ച് നോക്കൂ, ഒരു സഹായം ഒരു സമയത്ത് ഒരാളെ, അത് വല്ലാത്തൊരു എന്താ അതിന് പറയാ, അതിലൊരു പിന്നെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാകും. ചെയ്യാനുള്ളത് ചെയ്തു എന്നൊരു സന്തോഷം വല്ലാത്തൊരു സന്തോഷം. ഒന്നും വേണ്ട, ഒരാൾക്ക് വെറുതെ ഇരിക്കുമ്പോ ഒരാൾ വന്ന് പിന്നെ അങ്ങനെ പട്ടാമ്പിക്ക് ഇതിലേ പോകാന്ന് ചോദിച്ച് ഇന്നെങ്ങനെ ബസ് കയറി പട്ടാമ്പിക്ക് ഇങ്ങനെ പോകാന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു സന്തോഷം, ഹാപ്പിനെസ്, അത് വല്ലാതെ ഉണ്ടായി മൂസാ നബിക്ക്. അതുകൊണ്ട് മൂസാ നബി പറയാ, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി എന്തെങ്കിലും ഖൈറ് പടച്ചോനെ നീ നിശ്ചയിക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം. ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയാലും പടച്ചോനെ ഇനിയും ഇങ്ങനെ ഖൈറ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് ഖൈറ് എനിക്ക് കിട്ടാനൊക്കെ ഉണ്ടാവണം, പ്രാർത്ഥിക്കണം എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുഐബ് നബി അന്വേഷിച്ചു, മക്കള് കാര്യം പറഞ്ഞു. ശുഐബ് നബി ആളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയാൻ, ആൾ അവിടെ ഉണ്ടാവും, പോയി നോക്കി എന്ന് പറഞ്ഞ് രണ്ട് പെൺകുട്ടികൾ, വേറെ ആരും പോകല്ല, ഈ രണ്ട് പെൺകുട്ടികളും ഇങ്ങനെ അന്വേഷിച്ച് വരാൻ. എന്നിട്ട് പറയാണ്, ഇന്ന പിന്നെ ഞങ്ങളെ പിതാവ് നിങ്ങൾ ഞങ്ങൾക്ക് നേരത്തെ വെള്ളം കോരി തന്നു എന്നതിന്റെ പേരിൽ ഈ വെള്ളം അതിന് പ്രതിഫലം നൽകാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ രണ്ട് പെൺകുട്ടികളും മൂസാ നബിയും നടന്നു പോകാൻ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ രണ്ട് പെൺകുട്ടികളും മുന്നിൽ നടന്നു, മൂസാ നബി പിന്നിൽ നടന്നു. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഇത് ശരിയല്ല, രണ്ട് പെണ്ണുങ്ങളെ പിന്നിൽ നടക്കുന്നത് ശരിയല്ല, ഇന്നിപ്പോ ആകാൻ പ്രശ്നമാണ്. ഇന്നിപ്പോ അതൊന്നും ആൾക്കാർക്ക് വലിയ വിഷയമല്ല. അക്കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു തആല, അത് വേറെ വിഷയം, പെണ്ണുങ്ങൾക്ക് നിശ്ചയിച്ച ഒരു വിശേഷണമാണ് ഹയാ, ലജ്ജ. മൂസാ നബി പറഞ്ഞു, നിങ്ങൾ എന്റെ പുറകെ നടക്കണം, ഞാൻ വഴി തെറ്റാണെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാ മതി എന്നും പറഞ്ഞിട്ട് ഇടവഴികളിലൂടെ പാടവരമ്പിലൂടെ കൊണ്ടുപോയി എന്നാ പറയുന്നത്, വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോ ഒരു മകൾ ആവശ്യപ്പെട്ടു, യാ അബത്തിസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. വാപ്പ, നിങ്ങള് ഇനി ആരെയും നിർത്തണ്ട, കൂലിക്ക് നിർത്തിയാൽ മതി, ഇദ്ദേഹത്തെ വിടണ്ട, അദ്ദേഹത്തെ ഇവിടെ കൂലിക്ക് നിർത്തിക്കോളി. കാരണം രണ്ട് കൂലിപ്പണിക്കാരന്റെയും ഭർത്താവിന്റെയും പുതിയാപ്പളുടെയും ആൺകുട്ടികളുടെയും രണ്ട് ലക്ഷണം ഖുർആൻ എടുത്ത് പറഞ്ഞു. ഖവിയുൻ അമീൻ, ഒന്ന് വിശ്വസ്തനാണ്. കാരണം ഞങ്ങൾ പെണ്ണുങ്ങളാണ്, ഞങ്ങളുടെ പിറകെ നടന്നിട്ടില്ല, പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കണോ വിശ്വസ്തനല്ല. അവൻ എത്ര വലിയ ആളാണെങ്കിൽ ശരി, ചിലപ്പോ താങ്കളോ മൊയിലൊക്കെ ആയിരിക്കാം, പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നിട്ടില്ല. ഖവിയാണ്, ആണാവുമ്പോ കുറച്ച് ശക്തിയും കഴിവൊക്കെ വേണം. ആ പാറ സ്വന്തം കൈകൊണ്ട് പൊക്കി, ആരോഗ്യവാനാണ്, ആരോഗ്യമുള്ളവരെ വിളിക്കണം പണിക്കുളിക്കുമ്പോ. അതുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ കല്യാണം കഴിക്കുമ്പോഴും ഈ രണ്ട് കാര്യം ആലോചിക്കണം എന്നാണ്. പുതിയാപ്പിളാർക്ക് ആരോഗ്യം ഉണ്ടോ, പണിയെടുത്ത് ജീവിച്ചോളൂ, ഡിഗ്രി കാര്യം നോക്കണ്ട, അതൊക്കെ ചിലപ്പോൾ അപകടമാവും. ആരോഗ്യം ഉണ്ടോ നോക്കുക, അപ്പൊ അതുകൊണ്ട് ജീവിച്ചോളൂ. വിശ്വസ്തനാണോ നോക്കുക, എന്നാ നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടില്ല. ഈ രണ്ട് ലക്ഷണം നോക്കൽ മാറ്റിയത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ത്വലാഖും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, ഓന്റെ സർട്ടിഫിക്കറ്റ്, ഓന്റെ ജോലി, അതെല്ലാം ചിലപ്പോ ഒരു നിമിഷം കൊണ്ട് MDA തകർത്ത് കളയും. അതാരും നമ്മൾ ചിന്തിക്കൂല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പോയി പറഞ്ഞു എന്നാണ്. അപ്പോ വാപ്പ പറഞ്ഞു, നിനക്ക് ഞാന് ഇന്നി ഉരീദു അൻ ഉൻകഹക, ഒക്കെ ഖുർആന്റെ ആയത്തുകളാട്ടോ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നി ഉരീദു അൻ ഉൻകഹക ഇഹദാ ഇബ്നതയ്യ ഹാതൈനി അലാ അൻ തുജറി സമാനിയ ഹിജജ് വൈൻ അതുമംത അശ്റൻ ഫമിൻ ഇൻദിക്. പിന്നെ മഹർ തരണം, മഹറിന് പകരമായിട്ട് എന്റെ ഒരു പെൺകുട്ടിയെ, രണ്ടിൽ ഒരു പെൺകുട്ടിയെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്താ മഹർ? 8 വർഷം എനിക്ക് ജോലി ചെയ്യണം. ഇന്നൊന്നും ആളെ കിട്ടില്ല, അമ്മോശൻ കാക്കാന്റെ ജോലി ചെയ്യണം, അതൊക്കെ മഹർ. മഹർ സ്വർണ്ണാഭരണം മാത്രമല്ല.
8 വർഷം എന്റെ കൂടെ ജോലി. ഇനി മാത്രമല്ല 10 കൊല്ലമാക്കിയാൽ അത് നിനക്ക് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ 8 അല്ലെങ്കിൽ 10. അങ്ങനെ അദ്ദേഹം അത് സ്വീകരിച്ചു. 8 വർഷം അല്ലെങ്കിൽ 10 വർഷം അവിടെ ജോലി നിന്ന് പൂർത്തിയാക്കി. അങ്ങനെ മീഖാത്ത്, ആ നിശ്ചിത സമയം കഴിഞ്ഞു. നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം. ഭാര്യയും കൂട്ടി വീണ്ടും ഈജിപ്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിലാണ് അവിടെ വെച്ച് വഹി ലഭിക്കുന്നു. വെളിച്ചം കാണുന്നു. വെളിച്ചം കാണുമ്പോ ആ വെളിച്ചം ഇരുട്ടാണല്ലോ, എന്നാ ഞാൻ പോയി നോക്കട്ടെ. ഔ അജിദാലന്നാരി ഹുദ, ആ വെളിച്ചം കാണുന്നിടത്ത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുന്ന പറഞ്ഞ് വെളിച്ചം കാണുമ്പോ പോയി നോക്കിയപ്പോ അവിടെയാണ് വഹ്യ് കിട്ടുന്നത്. തിരിച്ചു പോകാൻ വഹ്യ് കിട്ടി. വഹ്യ് കിട്ടുന്നത് നീ മൂസാ നബിയുടെ അടുത്തേക്ക് തന്നെ പോകണമെന്ന്, ഫിർഔന്റെ അടുത്തേക്ക് തന്നെ പോകണമെന്ന്. അങ്ങനെ ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ വഹ്യ് കിട്ടി. അപ്പൊ ദൃഷ്ടാന്തമാണ്, തെളിവാണ്. തെളിവ് എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്ത് വേണം, എന്തെങ്കിലും മുഅ്ജിസത്ത്. അപ്പോ കൈ ഇങ്ങനെ കക്ഷത്തിന്റെ ഈ ജൈബ് പോക്കറ്റ് ഭാഗത്ത് വെച്ച് ഇങ്ങനെ എടുത്താൽ കൈ ഇങ്ങനെ നല്ല തിളക്കുണ്ടാവും. മിൻ ഗൈരി സൂഇൻ, ഒരു രോഗം പിടിച്ച മാതിരിയോ വികൃതമായിട്ടൊന്നും അനുഭവപ്പെടൂല. നല്ലൊരു തെളിച്ചം കയ്യിനുണ്ടാകും. കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. അള്ളാഹ് ചോദിച്ചു എന്താണ്? അത് വടിയാണ്, പല കാര്യങ്ങളുണ്ട്. ആ വടി നിലത്തിടാൻ പറഞ്ഞു. നിലത്തിട്ടപ്പോ അതൊരു പാമ്പായിട്ട് മാറി. കഥകളൊക്കെ അറിയുന്നതാണ്, പല ഭാഗമായിട്ട്. അതിന്റെ ഒരു ക്രോഡീകരണം പറയാം. പിടിക്കാൻ പറഞ്ഞു, വീണ്ടും അതായി. ഇതുകൊണ്ട് പോകാൻ പറഞ്ഞു. ഈ 2 ദൃഷ്ടാന്തം വെച്ചിട്ട് പോവുകയാണ്. ആരടുത്തേക്ക്? ഫിർഔന്റെ അടുത്തേക്ക്. ആ സമയത്താണ് മൂസാ നബിക്ക് ഒരു കൊഞ്ഞപ്പടയുണ്ടായിരുന്നു എന്നാ ചെറുപ്പത്തിൽ ചരിത്രമുണ്ട്. സംസാരിച്ചാൽ നേരെ ചൊവ്വ മനസ്സിലാവൂല മൂസാ നബി. ചെറിയ ഇതൊക്കെ ഉണ്ടായി. നമ്മളൊക്കെ ഒന്നും അങ്ങനെയല്ല. നമ്മളൊക്കെ ആളുകള് നല്ല പ്രാസംഗികരൊക്കെ തെരഞ്ഞെടുക്കുമ്പോ ക്ലാസ്സിനും പ്രസംഗത്തിനൊക്കെ ആളുകളെ കൊണ്ടുവരുമ്പോ നമുക്ക് കാര്യം പറഞ്ഞു തരുന്ന ആളൊന്നും പോരാ. നല്ല ഓച്ചിയും നല്ല ശൈലിയും കേട്ടങ്ങനെ നല്ല മൈക്കിയും ഒക്കെ ഉണ്ടെങ്കിലേ ആൾക്കാരെ കൊണ്ടുവരുള്ളൂ. അള്ളാഹ് തെരഞ്ഞെടുത്തത് നേരംഗത്തിൽ സംസാരിക്കാനും കൂടി കഴിയാത്ത മൂസാ നബിനെയാണ് ആരടുത്ത് പോകാൻ തെരഞ്ഞെടുത്തത്? ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ തെരഞ്ഞെടുത്തത്. പക്ഷേ മൂസാ നബി പറഞ്ഞു അത് പോരാ. അപ്പോഴാണ് മൂസാ നബിയുടെ പ്രാർത്ഥന, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ എന്റെ നാവിന് നീ വിശാലത നൽകണം. ഇശ്റഹ് ലി സ്വദ്രി, എനിക്കൊരു ഹൃദയ വിശാലത തരണം. കാരണം ഉൾക്കൊള്ളാൻ കഴിയണം. എങ്ങനെ നോക്കിയാലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടുന്ന് അന്ന് ചാടിപ്പോന്നതാണ്. കൊന്നുകളയും, കണ്ടാൽ തന്നെ കൊന്നുകളയും. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പോകുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ദഅവത്തുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഉൾക്കൊള്ളാൻ കഴിയണില്ല. അതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് തരണം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി, കാര്യങ്ങൾ എളുപ്പമാക്കി തരണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി, എനിക്കൊരു വസീർ വേണം, ഒരു സഹായി വേണം. അത് ഹാറൂന അഖി, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹാറൂനെ നിശ്ചയിച്ചു തരണം. 2 പേരും കൂടി അല്ലാഹു തആല വിട്ടു. ഫിർഔന്റെ അടുത്ത് ചെന്ന് ദഅവത്ത് നടത്തി. ഫിർഔൻ ചോദിച്ചു ഏതാപ്പ റബ്ബ്? കാരണം ഫിർഔൻ അടങ്ങി ഇരിക്കുന്നത് നല്ലൊരു ഒരു ഇതിലാണ്, നല്ല പൊസിഷനിലാണ്. അലൈസ ലീ മുൽക്കു മിസ്ർ, ഈജിപ്ത് മുഴുവൻ എനിക്കല്ലേ? ആ അതെ. ആദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴക്കൊഴുകുന്നത് എന്റെ ബർക്കത്തോണ്ടല്ലേ? ആ അതെ. നിങ്ങൾക്ക് വേറെ ഇലാഹുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് വേറെ ഇലാഹൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ് പടച്ചോൻ. അങ്ങനെ വലിയ വായിൽ ബഡായി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന രാജാവിന്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തുന്നത്. നീയല്ല പടച്ചോൻ, പടച്ചോൻ വേറെ പടച്ചോൻ. അതുകൊണ്ട് പടച്ചോൻ ആരാധിക്കണം. ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്തണം. ഇനി ബനു ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ പാടില്ല. ശക്തമായ പീഡനമുറകളായിരുന്നു. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ആ ഫിർഔനിന്റെ പീഡനമുറ ഇന്നും പോക്കിരി രാജാക്കന്മാരും അധികാരികളും നടത്തുന്ന അതേ പീഡനമുറകളായിരുന്നു. എന്തായിരുന്നു അത്? ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഫിർഔൻ ഭൂമിയിൽ പൊങ്ങച്ചം കാണിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, തന്റെ അഹ്ലുകാരെ, തന്റെ നാട്ടുകാരെ ഭിന്നിപ്പിച്ചു. പലതും പറഞ്ഞ് ഭിന്നിപ്പിച്ചു. പല നിലക്കും. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതിന്റെ പുറത്തൊക്കെ നടക്കുന്നുണ്ട്. പല നിലക്കുള്ള ഭിന്നത, പല നിലക്ക് ഭിന്നിപ്പിച്ചു. എന്നിട്ടോ ഡിവൈഡ് ആൻഡ് റൂൾ, അല്ലെ? പുതിയ ഭരണങ്ങൾ അങ്ങനെയാണ്. ഭിന്നിപ്പിക്കുക, ഭരിക്കുക, അധികാരം നേടുക. ഇതായിരുന്നു ഫിർഔൻ ചെയ്തിരുന്നത് എന്നാണ്. ജഅല അഹ്ലഹാ ശിയഅ യസ്തളഇഫു ത്വാഇഫതൻ മിൻഹും, ഒരു വിഭാഗത്തെ ദുർബലമാക്കി
യുദബ്ബിഹു അബ്നാഹും, ആൺകുട്ടികളെ കൊന്നുകളയും, വയസ്തഹീ നിസാഅഹും, സ്ത്രീകളെ ജീവിക്കാൻ വിടും. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അങ്ങേയറ്റം ഫസാദ് ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഒരാളായിരുന്നു ആ രാജാവ്, ആ ഫിർഔൻ എന്ന് ഫിർഔനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾ ഓർക്കണം. ആലോചിച്ച് നോക്കൂ, ആ ഫിർഔനിന്റെ പതനമാണ് ആശൂറ. കാണിച്ചു കൊടുത്തപ്പോ ഫിർഔൻ പറഞ്ഞത് ഇത് മേജിക്കാണെന്ന്, വിശ്വസിച്ചില്ല. തെളിവ് ചോദിച്ചു, കൈ കാണിച്ചു കൊടുത്തു, വടി പാമ്പാക്കി കൊടുത്തു. ആ കാലഘട്ടത്തിൽ മേജിക്കുകാർ വല്ലാതെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് പറയാം. മേജിക്കുകാര് കണ്ടമാനുണ്ട്, ജാലവിദ്യക്കാര്. എന്നാ എല്ലാരും കൊണ്ടുവരാൻ പറഞ്ഞു. ഖുർആൻ പറയണ്ട, എല്ലാരും കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ളുഹാ സമയം നിശ്ചയിച്ചു. അവരും വടിയും കയറൊക്കെ ആയിട്ട് അവരും വന്നു. മൂസാ നബിനെ പേടിച്ചു. കുറെ ആളുകളെ കണ്ടപ്പോ ആരാ ആദ്യം ചെയ്യണത്, തുടങ്ങണത്? നിങ്ങൾ തുടങ്ങിക്കോളി അറിഞ്ഞ്. അങ്ങനെ അവർ തുടങ്ങിയപ്പോ കയറും വടിയൊക്കെ, ഒരു വടിന്റെ തലപ്പത്ത് ഒരു കയറ് കെട്ടിയിട്ട് അതിങ്ങനെ ഇളക്കി പാമ്പ് പോലെ തോന്നിപ്പിച്ചു എന്നാണ്. അത് സഞ്ചരിക്കുന്നുണ്ട് എന്നവർക്ക് തോന്നിപ്പിച്ചു, മായാജാലം കാണിച്ചു കൊടുത്തു. ഫിർഔൻ പിന്നെ മൂസാ നബി പേടിച്ചു നിൽക്കാൻ. അള്ളാന്റെ വഹ്യ് കിട്ടി, മൂസാ പേടിക്കണ്ട, വടി നിലത്തിട്ടോളൂ. വടി നിലത്തിട്ടപ്പോ ഫൈദാ ഹിയ തൽഖഫു മാ യഫികൂൻ, ആ മുഴുവൻ സാധനങ്ങളെയും പിടിച്ചു വിഴുങ്ങുന്ന ഒരു വലിയ സർപ്പമായിട്ട് ഈ വടി രൂപാന്തരം പ്രാപിച്ചു. മൂസാ നബിനെ പേടിച്ചു. മൂസാ നബി പറഞ്ഞു പേടിക്കണ്ട, അള്ളാഹ് പറഞ്ഞു പേടിക്കണ്ട മൂസ, പിടിച്ചോ. പാമ്പിനെ പിടിച്ചു. സാധാരണ പോലെ ഫിർഔനടക്കം പേടിച്ചു, എല്ലാവരും പേടിച്ചു. ഏറ്റവും വലിയ മായാജാലക്കാർക്ക് മനസ്സിലായി ഇത് മായാജാലമല്ല, തൗഹീദാണ്. അവരെല്ലാവരും വിശ്വസിച്ചു. അപ്പോഴും ഫിർഔൻ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചോ? ഖബലാനാദനലക്കും, നിങ്ങൾക്ക് ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഫിർഔൻ പറയാ, ഇന്നഹു ലകബീറുകുമുല്ലദീ അല്ലമകുമുസ് സിഹർ, നിങ്ങൾക്ക് മേജിക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ മേജിക്കുകാരനാണ് ഇവൻ എന്ന് പറഞ്ഞ് വീണ്ടും മൂസാ നബിയുടെ അടുത്തേക്ക് വരികയാണ്. ലൗഖത്തിഅന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നകും ഫീ ജുസൂഇൻ നഖലതി വലാ തഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ, നിങ്ങളെ ഞാൻ കൊല്ലും, പ്രതികൂലമായി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് കയ്യുകാലും മുറിച്ചു കളയും, ഈത്തപ്പന മരങ്ങളിൽ നിങ്ങളെ ക്രൂശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി. അവർ പറഞ്ഞു, എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഈ ദുനിയാവല്ലേ, ഫഖ്ലിമാ അൻത ഖാൽ ഇന്നമാ തഖ്ലി ഹാദിഹി ഹയാത്തുദ് ദുനിയാ, എന്തും ആണെങ്കിൽ ചെയ്യാം. അവരെ പറ്റി പണ്ഡിതന്മാർ പറയുന്നു, പച്ച കാഫിറുകളായി രാവിലെ വന്നവർ മുവഹ്ഹിദുകളായി ഷഹീദായി വൈകുന്നേരം അവർ മടങ്ങിപ്പോയി. അവർ ശുഹദാക്കളായി മാറുകയാണ്. അവരും വിശ്വസിച്ചു. ഇനി നിവൃത്തിയില്ല, മൂസയെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിപ്പിക്കണം. അതിനുള്ള പ്ലാൻ ചെയ്തു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് രക്ഷപ്പെടാൻ അല്ലാഹ് പറഞ്ഞു. രക്ഷപ്പെടാൻ മൂസാ നബി അലൈഹി ഇസ്ലാമും കൂട്ടരൊക്കെ പോയി. അങ്ങനെ പോകുമ്പോ പിന്നാലെ ഫിർഔനും കൂട്ടരും ഓടിയെന്നാ പറയുന്നത്. അന്നൊക്കെ ആട്ടിപ്പിടിക്കലാണ്, ഇന്നത്തെ മാതിരി സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നിപ്പോ അമേരിക്ക ബോംബിടും പോലെ റഡാറിൽ നോക്കിയിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ മറ്റേ നേതാവിനെ കൊല്ലാനൊന്നും കഴിയില്ല. പിന്നാലെ പോയി ആട്ടിപ്പിടിക്കാണ്, എല്ലാരും ഉണ്ടാവും. ഇറങ്ങി, ഫിർഔൻ ഇറങ്ങി, അവരങ്ങനെ പോയി. അപ്പോഴാണ് ഒപ്പുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, ഇപ്പൊ പിടിക്കും നമ്മളെ കേട്ടോ. ഒപ്പുള്ളവരൊക്കെ പറഞ്ഞു രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. മുന്നിൽ നോക്കുമ്പോ കടല്, ആ കടല് പറയുന്നത് ഇന്ന് നമ്മുടെ സൂയസ് കനാലൊക്കെ ഉള്ള ഭാഗം ചെങ്കടലിന്റെ ഭാഗമാണ്. അവിടെ എത്തി, അവിടെ നിൽക്കാൻ. ഇന്നാല മുദ്റക്കൂൻ, ഇപ്പൊ പിടിക്കും. മൂസാ നബി പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, പേടിക്കണ്ട, അതാണ് വിശ്വാസം. പേടിക്കണ്ട, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും. വടിയല്ല കേട്ടോ, എന്റെ അടുത്ത് വടിയുണ്ട് എന്നല്ല പറഞ്ഞേ. ഇന്ന മഅയ റബ്ബി, കൂടെ റബ്ബുണ്ട്. ഈ വടിക്ക് അങ്ങനെ കഴിവുണ്ട് മൂസാ നബിക്ക് അറിയില്ല, ഒരു ഔലിയപ്പാപ്പാക്കും അറിയില്ല. മുഅ്ജിസത്തും കറാമത്തും പഠിക്കും, മനസ്സിലാക്കണം. ഒരു ഔലിയപ്പാപ്പാക്കും തന്റെ മുഅ്ജിസത്തോ കറാമത്തോ ഒന്നും പ്രകടിപ്പിക്കാൻ കഴിയില്ല, ഒരു പ്രവാചകനും കഴിയില്ല. അവൻ തോന്നുമ്പോ കഴിയില്ല, അള്ളാഹ് പറയണം, അള്ളാഹ് കാണിച്ചോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അടിച്ചത്. അള്ളാഹ് പറഞ്ഞു, നിന്റെ കയ്യിൽ വടിയുണ്ടല്ലോ, ഇദ്രിബ് അസാക്കൽ ബഹർ, ആ സമുദ്രത്തെ നീ അടിക്കണം ആ വടി കൊണ്ട്. അങ്ങനെ അടിച്ചപ്പോ 12 കൂട്ടരുണ്ടായിരുന്നു. 12 വഴിയായി പിരിഞ്ഞു എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്, ഹദീസിലൊക്കെ ഉണ്ട്. 12 വഴികൾ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ 12 മക്കൾ, ഇസ്രായേലിന്റെ മക്കള്, ഗ്രൂപ്പുകള്. 12 കൂട്ടരും കടലിങ്ങനെ മാറി നിന്നു. വകാന കുല്ലു ഫിറഖിൻ കദ്ദൗദിൽ അളീം, ഒരു വലിയ പർവ്വതം പോലെ സമുദ്രം ഇങ്ങോട്ട് പിളർന്ന് മാറി നിന്നു. അതിലൂടെ മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും രക്ഷപ്പെട്ടു. പിടിക്കാൻ വേണ്ടി പിന്നാലെ ഫിർഔനും വന്നു.
പക്ഷേ ഇവരൊക്കെ കടന്നുപോയപ്പോ ഫിർഔൻ വെള്ളത്തിൽ മുങ്ങിച്ചത്തു എന്നതാണ് കഥ. ഈ സംഭവം നടന്നത് ആശൂറയിലാണ്. ഇത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കഥയാണ്, ഒരു ചരിത്ര സംഭവമാണ്. ഇന്നും അതിന്റെ ചരിത്ര ബാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ പല ഭാഗങ്ങളും പല രംഗങ്ങളും പല സ്ഥലങ്ങളും. അവിടെ ആ സമയത്ത് ഫിർഔൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ ആമൻതു ബിഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. ബനു ഇസ്രായേൽ വിശ്വസിച്ച പടച്ചവനിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔൻ പറഞ്ഞപ്പോ ഫിർഔനോട് അല്ലാഹ് ചോദിച്ചു, അൽആൻ ഫഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇതുവരെ ഇങ്ങനെ നടന്നിട്ട് ഇപ്പോഴാണോ നീ ഈമാനിലേക്ക് വരുന്നത്? അതുകൊണ്ട് നീ ഫസാദ് ഉണ്ടാക്കുന്നവനാ. അല്യൗം നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ബോഡി ഇന്ന് ഞാൻ രക്ഷപ്പെടുത്തും, മറ്റുള്ളവർക്ക് നീ ഒരു ദൃഷ്ടാന്തമാകണം, അതുകൊണ്ട് ബോഡി രക്ഷപ്പെടുത്തും എന്നാണ്. ഇന്നും ഈജിപ്തിലെ റോയൽ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പിരമിഡ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന വസ്തുക്കളെയൊക്കെ അന്ന് നീക്കിയിട്ട് ഇന്ന് ഈജിപ്തില് റോയൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് പിരമിഡ്സിന്റെ മുൻഭാഗത്ത് തന്നെ മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മ്യൂസിയത്തിൽ ഇത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് വസ്തുക്കള് മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. കുറുക്കനുണ്ട്, പൂച്ചണ്ട്, പട്ടിയുണ്ട്, അണ്ണാണ്ട്, മനുഷ്യന്മാരുണ്ട്, മനുഷ്യക്കുട്ടികളുണ്ട്. നമ്മുടെ മോർച്ചറിയിൽ ചെന്ന പോലെ അങ്ങനെ വളരെ നഗ്നമായി അവിടുത്തെ മാത്രം മറച്ചിട്ടുണ്ടാവും, അങ്ങനെ കടത്തിയിരിക്കാൻ. അതിലൊന്ന് മോറീസ് ബുക്കായി ചരിത്രത്തിൽ പറയുന്നത് അത് റംസീസ് രണ്ടാമന്റെ ബോഡിയാണ്, അത് മമ്മിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലാഹു അലം. എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. ആ ദിവസമാണ് ആശൂറ. അതുകൊണ്ടാണ് അന്നത്തെ നോമ്പിന്റെ പ്രത്യേകത. അതിന്റെ ഒരു ആഘോഷം കൂടി, ആ ഫിർഔൻ ചത്തതിന്റെ ഒരാഘോഷം കൂടിയാണ് ജൂതന്മാരും അവരൊക്കെ ആഘോഷിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങളും അത് ആഘോഷിക്കണം, മുസ്ലിങ്ങളും അത് അനുഭവിക്കണം. അതിന് ജൂതന്മാരോടൊന്നെതിരാകാൻ ഇസ്ലാമിയത്തിനെ ഒന്നുകൂടെ മുന്നിട്ട് നിർത്താൻ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കണം എന്നതാണ് ചരിത്രത്തിന്റെ കാതൽ. അല്ലാഹു അലം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലി വസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഉമ്മനെ ഇന്ന് പഠിക്കാനുള്ളൊരു പാഠം, ഏത് പോക്കിരി എത്ര കാലം എങ്ങനെ ഭരിച്ചാലും എത്ര ആളുകളെ ഉപദ്രവിച്ചാലും അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് കാണാൻ നമ്മളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു കാലത്ത് ഏത് അക്രമം, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ എത്ര വലിയ അക്രമം പ്രവർത്തിച്ചാലും അതിനൊരു പതനം തീർച്ചയായും ഉണ്ടാകുമെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. തൗഹീദിനാണ് വിജയമുണ്ടാകുക, ഏകദൈവ വിശ്വാസത്തിനാണ് പ്രാധാന്യമുള്ളത്. അങ്ങനെ ഉണ്ടായാൽ പടച്ചോൻ അത്തരക്കാരെ രക്ഷപ്പെടുത്തുകയും എന്നാൽ മർദ്ദകനെ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്നൊരു വലിയ ഗുണപാഠമാണ് ഈ മൂസാ നബിയുടെ കഥയിൽ നിന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഖുർആൻ നോക്കിയാൽ എത്രയോ സ്ഥലത്ത് 136-ലധികം സ്ഥലത്ത് ഈ ചരിത്രങ്ങൾ ആവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓർഡറായിട്ടും ഡിസോർഡറായിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുക, പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.